മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ MLA ആയിട്ടുള്ള മൈഥിലി ഠാക്കൂർ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട 3 മണ്ഡലങ്ങളിൽ പ്രചരണത്തിന് ഇറങ്ങിയിരിക്കുന്നു. ഇതൊന്നും തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമങ്ങളും ഒരു വാർത്ത പോലും ആക്കിയിട്ടില്ല, ഒരു ചർച്ച പോലും ആക്കിയിട്ടില്ല. അതേസമയം നിങ്ങളൊക്കെ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇവിടെ കനയ്യകുമാർ ഒന്ന് വന്നാൽ മതി ഏതെങ്കിലും ഒരു പ്രചരണത്തിന്, വലിയ രീതിയിൽ മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട്. അങ്ങനെ ആര് ഈ പറയുന്ന UDF-നോ LDF-നോ വേണ്ടി ആര് കേരളത്തിൽ ഏത് തുക്കട നേതാവ് രംഗത്തെത്തിയാലും അതിനെ പൊക്കിപ്പിടിച്ച് വലിയ സംഭവമാക്കോ. പ്രത്യേകം ഓർക്കണം, ഈ അടുത്താണ് രാഹുൽ ഗാന്ധിയെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ മലമറിക്കുന്നു എന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളൊക്കെ തന്നെ ഒരേപോലെ വിളിച്ചു പറഞ്ഞിരുന്നത്. ആ രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സ് എന്ന് പറയുന്നത് 10 മില്യൺ ആണ്. അതായത് 1 കോടി ആളുകളാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത്. എന്നാൽ ഈ മൈഥിലി ഠാക്കൂർ എന്ന് പറയുന്നത് അവരെ 1,60,00,000 ആളുകള്, 16 മില്യൺ ആളുകള് ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുന്നുണ്ട്. രാജ്യത്തുടനീളം ആളുകളിൽ വലിയ സ്വാധീനമുള്ള മൈഥിലി ഠാക്കൂർ നമ്മുടെ കേരളത്തിലേക്ക് എത്തിയിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് 3 മണ്ഡലങ്ങളിൽ വലിയ രീതിയിൽ പ്രചരണത്തിനിറങ്ങിയിട്ട് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾക്ക് അത് വാർത്ത പോലും ആക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ കൂടിയാണ് ഈ പറയുന്ന മൈഥിലി ഠാക്കൂർ. അവര് MLA ആണ് ബീഹാറിലെ. നമ്മുടെ സംസ്കാരം ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാട്ടുകളാണ്, നാടോടി പാട്ടുകൾ ഉൾപ്പെടെയാണ് അവര് നിരന്തരം ഉയർത്തിപ്പിടിക്കാറുള്ളത്, ആലപിക്കാറുള്ളത്. നമ്മുടെ കേരളത്തിലെത്തിയിട്ട് 3 മണ്ഡലങ്ങളിലും വലിയ രീതിയിൽ പാട്ടൊക്കെ ആലപിച്ചിരിക്കുന്നു. ഇത് വലിയ രീതിയിലാണ് ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്നത്. അവര് ഓരോ മണ്ഡലത്തിലെയും പ്രചരണത്തെ നമ്മൾ പ്രത്യേകം ഓർക്കണം. തിരുവനന്തപുരത്തിലെ ഓരോ മണ്ഡലത്തെയും കേരള ജനത റിസൾട്ടിന് വേണ്ടി ഉറ്റുനോക്കുക. നമ്മുടെ തലസ്ഥാന നഗരി ഏത് രീതിയിലും പിടിക്കാൻ വേണ്ടിയിട്ട് പരമാവധി താരപ്രചാരകരെ തന്നെയാണ് BJP കളത്തിലും ഇറക്കുന്നത്. മൈഥിലി ഠാക്കൂർ ഒക്കെ എത്തിയിട്ട് സാധാരണക്കാരിൽ വലിയ രീതിയിൽ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വലിയ യാഥാർത്ഥ്യം. അവർ വട്ടിയൂർക്കാവിൽ വലിയ രീതിയിൽ പ്രചരണത്തിൽ പങ്കാളിയായി. അവിടെ R ശ്രീലേഖയാണ് മത്സരിക്കുന്നത്. ഏത് രീതിയിലും അവിടേക്ക് റിസൾട്ട് BJPക്ക് അനുകൂലമാണ് എന്നുള്ളത് തന്നെയാണ് അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങള്. അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമുക്കറിയാം R ശ്രീലേഖയെ കൂട്ടമായിട്ട് ആളുകൾ ആക്രമിക്കുന്നുണ്ട്. ആക്രമണം ഏത് സ്ഥാനാർത്ഥിക്ക് കൂടുതൽ വരുന്നോ ആ സ്ഥാനാർത്ഥി കേരളത്തിൽ ജയിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ കഴിഞ്ഞ കാലം അത്രയും വ്യക്തമായിട്ട് തെളിഞ്ഞിട്ടുള്ളത്. അപ്പൊ വട്ടിയൂർക്കാവ് നിയോജക മണ്ഡലമൊക്കെ ആയി ബന്ധപ്പെട്ട് R ശ്രീലേഖ വലിയ രീതിയിലാണ് അവിടെ പ്രചരണം നടത്തുന്നത്. ആ പ്രചരണത്തിലേക്കാണ് മൈഥിലി ഠാക്കൂറിനെയൊക്കെ BJP ഇറക്കുന്നത്. പ്രത്യേകം ഓർക്കേണ്ടതാണ്, തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിക്ക് ഉള്ളിലുള്ള നിയമസഭാ മണ്ഡലമാണ് വട്ടിയൂർക്കാവ്. ഏത് വിധേനയും BJPക്ക് അനുകൂലമായിട്ട് തന്നെയാണ് വട്ടിയൂർക്കാവിലെ ജനതയും മുന്നോട്ട് പോകുന്നത്. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് കോർപ്പറേഷൻ BJP തൂത്തുവാരി എന്നുള്ളത് മാത്രമല്ല, ആ തൂത്തുവാരിയതുമായി ബന്ധപ്പെട്ട് പിന്നീട് BJP അധികാരത്തിലെത്തിയിട്ട് അവിടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളിൽ തെരുവ് നായ ശല്യം പോലും BJP അധികാരത്തിലെത്തേണ്ടി വന്നു. അവിടെയുള്ള സാധാരണക്കാർക്ക് തെരുവിലൊന്ന് സമാധാനത്തിലൊന്ന് നടക്കാൻ പോലും, ഒരു പോലീസുകാരിയുടെ വീട്ടിൽ വലിയ രീതിയിൽ നായശല്യം, അതാണെങ്കിൽ ഈ പറയുന്ന അയൽവാസികൾ ഉൾപ്പെടെ വലിയ ബുദ്ധിമുട്ടില് സർക്കാർ തലത്തിൽ പരാതി കൊടുത്തു, പോലീസ് തലത്തിൽ പരാതി കൊടുത്തു. ഈ കഴിഞ്ഞ ആര്യ രാജേന്ദ്രന്റെ കോർപ്പറേഷൻ ഭരിക്കുന്ന സമയത്ത് അവിടെ പരാതി കൊടുത്തു. തിരിഞ്ഞു നോക്കിയിട്ടില്ലായിരുന്നു. എന്നാൽ അത് വേറത്തെ സാധാരണക്കാരന്റെ ഈ ഒരു വലിയ ബുദ്ധിമുട്ട് പരിഹരിച്ചു. ആ പോലീസുകാരിയെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് അവിടെയുള്ള സകല നായ്ക്കളെയും മാറ്റി മറ്റൊരു ഷെൽട്ടറുകളിലേക്ക് മാറ്റി. അങ്ങനെ സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളായിട്ടുള്ള ഓരോന്നും കൃത്യമായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തു. അത് കൃത്യമായിട്ട് കേരളത്തിലെ സകല ജനതയും തിരിച്ചറിഞ്ഞു.
എല്ലാവർക്കും വീട് തിരുവനന്തപുരം കോർപ്പറേഷൻ അങ്ങ് പ്രഖ്യാപിച്ചതല്ലേ. ഇതൊക്കെ സാധാരണക്കാർ കൃത്യമായിട്ട് തിരിച്ചറിയില്ലേ? അപ്പൊ സ്വാഭാവികമായിട്ട് വട്ടിയൂർക്കാവ് എന്നൊക്കെ പറയുന്നത് ഇത്തവണ BJPക്കൊപ്പം തന്നെയാണ് നിൽക്കാൻ പോകുന്നത്. അവിടേക്കാണ് മൈഥിലി ഠാക്കൂറിനെയൊക്കെ ഇറക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇതൊക്കെ വാർത്ത കൊടുത്താല് വലിയ രീതിയിൽ BJPക്ക് വീണ്ടും വളർച്ച സംഭവിക്കും. അവിടെയുള്ള സാധാരണക്കാർ വീണ്ടും അത് ശ്രദ്ധിക്കും. അതൊക്കെ മനസ്സിലാക്കിയിട്ട് പ്രമുഖ മാധ്യമങ്ങൾ മിണ്ടാതെ ഒരു ഭാഗത്തു കൂടി പോകുന്നു. അവിടെ മാത്രമല്ല, തിരുവനന്തപുരം ജില്ലയിലെ ഓരോ മണ്ഡലത്തിലും വളരെ വ്യക്തമാണ് ഇത്തവണ BJP ഒരു റിസൾട്ടിലേക്ക് എത്തുമെന്നുള്ളത്. കാട്ടാക്കട മണ്ഡലത്തിലേക്കോ മൈഥിലി ഠാക്കൂർ പ്രചരണത്തിന്റെ ഭാഗമായിട്ടെത്തി വലിയ രീതിയിൽ ജനങ്ങൾ അവരെ സ്വീകരിക്കുന്നു. കാട്ടാക്കട മണ്ഡലം എടുത്തു നോക്കുകയാണെങ്കിലും PK കൃഷ്ണദാസ് 2011 മുതൽ അവിടെ മത്സരിക്കുന്നുണ്ട്. 2011 മുതൽ മത്സരിക്കുന്നു, ഇനി ഒന്നും സംഭവിക്കില്ല എന്ന് ആരും കരുതണ്ട. 2011 മുതൽ BJPക്ക് അവിടെ വോട്ട് വലിയ രീതിയിൽ PK കൃഷ്ണദാസ് അവിടെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക. ഈ PK കൃഷ്ണദാസ് മണ്ഡലത്തിലുണ്ട്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് 2011 മുതൽ ഈ പറയുന്ന മത്സരിക്കുന്ന സമയം മുതൽ അവിടെ ഉണ്ട്. ആ മണ്ഡലത്തിൽ ആ മണ്ണിനെ തിരിച്ചറിഞ്ഞ് PK കൃഷ്ണദാസ് അവിടെ പണിയെടുത്തോണ്ടിരിക്കുക. അവിടേക്കാണ് മൈഥിലി ഠാക്കൂറിനെ ഇറക്കിയിട്ട് വലിയ രീതിയിൽ താരപ്രചാരണം തന്നെ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെയൊക്കെ വലിയ രീതിയിൽ BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തിരുവനന്തപുരം ജില്ലയിൽ ഉടനീളം വലിയൊരു ട്രെൻഡ് ഉണ്ട് എന്നുള്ളത് വലിയൊരു യാഥാർത്ഥ്യ. അടുത്തതായിട്ട് അവിടെ നെയ്യാറ്റിൻകര മണ്ഡലത്തിലേക്കോ അവിടെ താരപ്രചാരണത്തിന് വേണ്ടിയിട്ട് മൈഥിലി ഠാക്കൂറിനെ BJP ഇറക്കിയിട്ടുണ്ട്. അവിടെ മത്സരിക്കുന്നത് S രാജശേഖരൻ നായർ എന്ന് പറയുന്ന ആ മണ്ണുമായിട്ട് കഴിഞ്ഞ തവണയും അവിടെ മത്സരിച്ചിട്ടുള്ള ആ ഒരു സ്ഥാനാർത്ഥി വലിയ രീതിയിൽ ജനങ്ങളിൽ സ്വാധീനം ഉണ്ടാക്കുന്നു. നെയ്യാറ്റിൻകരയില്, വട്ടിയൂർക്കാവില്, കാട്ടാക്കടയില് ഈ 3 മണ്ഡലങ്ങളിലേക്കുമാണ് മൈഥിലി ഠാക്കൂറിനെ പോലെ രാജ്യാന്തര തലത്തിൽ വലിയ രീതിയിൽ സ്വാധീനമുള്ള മൈഥിലി ഠാക്കൂറിനെ BJP പ്രചരണത്തിന് ഇറക്കുന്നത്. ഇതൊക്കെ ഓരോ മലയാളി വിവേകത്തോടു കൂടി തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യമുണ്ട്. അതായത് BJPക്ക് വേണ്ടി താരപ്രചാരകർ, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ പറയുന്ന കനയ്യകുമാറോ അങ്ങനെ ആരെടുത്തു നോക്കിയാൽ MLA ആണോ, MP ആണോ, ഒരു ജനപ്രതിനിധിയാണോ, ഇനി സ്വാധീനം, അവരുടെ സോഷ്യൽ മീഡിയ ഈ സ്വാധീനം എന്നൊക്കെ പറയുന്നത് എന്തിനേറെ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിനേക്കാൾ കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള മൈഥിലി ഠാക്കൂർ, MLA ആയിട്ടുള്ള മൈഥിലി ഠാക്കൂർ, ബീഹാറിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ തരംഗമുണ്ടാക്കിയ മൈഥിലി ഠാക്കൂർ കേരളത്തിലെത്തിയാൽ വലിയ രീതിയിൽ ജനസ്വാധീനമുള്ള മൈഥിലി ഠാക്കൂർ തിരുവനന്തപുരത്ത് പ്രചരണത്തിനെത്തിയിട്ട് മാധ്യമങ്ങൾ അത് കണ്ടില്ല. മാധ്യമങ്ങൾ ഇത്തവണ പരമാവധി BJPയെ അവഗണിക്കുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ BJP വലിയ റിസൾട്ടിലേക്ക് കേരളത്തിലെത്തും. അത് നമ്മുടെ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിന്റെയും കയ്യടി കൊണ്ടല്ല എന്നുള്ളതും കൃത്യമായിട്ട് കേരള ജനതയും മനസ്സിലാക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ സകല മാധ്യമങ്ങളും ഇടതിനും വലതിനും, കേരളത്തിലെ ഇടതിനും വലതിനും വേണ്ടി വലിയ രീതിയിൽ പണിയെടുത്തോണ്ടിരിക്കുക. അതുകൊണ്ട് തന്നെ മൈഥിലി ഠാക്കൂറിനെ കാണുന്നില്ല, BJPയെ കാണുന്നില്ല, താരപ്രചാരകരായിട്ട് എത്തുന്നവരെ കാണുന്നില്ല. ഇത്തരം സകല മാധ്യമങ്ങളോടും പറയാനുള്ളത്, രാജ്യം ഒന്നടങ്കം നരേന്ദ്രമോദിയും BJPയും വളർന്നത് ഒരു പ്രമുഖ മാധ്യമത്തിന്റെയും കയ്യടി കൊണ്ടല്ല, മറിച്ച് ഇതൊക്കെ തിരിച്ചറിയുന്ന ഓൺലൈൻ മീഡിയാസ്, ഓരോ ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ BJP ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിരന്തരം എത്തിക്കുന്നത്. അതേപോലെ തന്നെ കേരളത്തിലും ഈ ഓൺലൈൻ മീഡിയാസും ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ വലിയ രീതിയിൽ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കഴിഞ്ഞു. വലിയ റിസൾട്ട് തന്നെ ഇത്തവണ BJPക്ക് ഉണ്ടാവുമെന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട.